ചലച്ചിത്ര കോൺക്ലേവിന്റെ സമാപന വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളിൽ SC/ST വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയാനുള്ള നിയമം ചുമത്തി കേസെടുക്കണമെന്ന് പോലീസിൽ പരാതി എത്തിയതോടെ സ്ഥിതിഗതികൾ ഇപ്പോൾ രൂക്ഷമാവുകയാണ്. സാമൂഹിക പ്രവർത്തകൻ ദിനുവയിലാണ് മ്യൂസിയം സ്റ്റേഷനിൽ പരാതി നൽകിയത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകർ അടൂരിനെതിരെ രംഗത്തെത്തുകയുമാണ്. കൂടുതൽ പരാതികൾ പോലീസിലെത്തിയേക്കാനും ഇടയുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നും സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമയെടുക്കാൻ പണം നൽകരുതെന്നുമായിരുന്നു അടൂർ നടത്തിയ പരാമർശം. എന്നാൽ ഈ പരാമർശത്തിൽ അടൂർ ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. മുൻപരിചയമില്ലാത്ത പലർക്കും സിനിമയെടുക്കാൻ അവസരം നൽകുന്നുണ്ടെന്നും പലരും സിനിമയെടുക്കുന്നത് ക്യാമറമാന്റെ ധൈര്യത്തിലാണ് എന്നും അടൂർ ഇന്നും തുറന്നടിച്ചു. 60 വർഷമായി സിനിമയിലുള്ള തനിക്ക് അഭിപ്രായം പറയാം. സിനിമയിൽ താൻ വരുത്തനല്ല. താൻ നടത്തിയത് ജാതി അധിക്ഷേപമെന്ന് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു. സർക്കാർ നൽകുന്ന പണം സൂക്ഷിച്ച് ചെലവാക്കേണ്ടതാണ്. സ്ക്രിപ്റ്റ് പരിശോധിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും അടൂർ തുറന്നടിച്ചു. അതിനിടെ സർക്കാരിലും അടൂരിന്റെ പരാമർശത്തിൽ രണ്ടഭിപ്രായമാണ്. അടൂരിനെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി VN വാസവൻ രംഗത്തെത്തിയപ്പോൾ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മന്ത്രി R ബിന്ദുവും രംഗത്തെത്തി. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് ആദ്യം പരിശീലനമാണ് നൽകേണ്ടതെന്നായിരുന്നു അടൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും അടൂരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ദളിതരും സ്ത്രീകളും സിനിമാ മേഖലയിൽ നല്ല സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. തീർച്ചയായിട്ടും ആ പരാമർശം അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. ഇവിടെ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കും അവർക്ക് കലാപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ സിനിമ ഉൾപ്പെടുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള കുറവും അവർക്ക് ആർക്കുമില്ല. സ്ത്രീകളെല്ലാം എത്ര മനോഹരമായ സിനിമകളാണ് ഈ കേരളത്തിൽ, നമ്മുടെ രാജ്യത്ത്, ലോകത്തെല്ലായിടത്തും എടുത്തിരിക്കുന്നത്. പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽപ്പെട്ട ആളുകൾ എത്ര മനോഹരമായ സിനിമകളാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയിലും ഒരു സവർണ മേധാവിത്വ സമൂഹത്തിലും പറയുന്ന വാക്കുകൾ അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ഒരു സിനിമാകാരൻ, ചലച്ചിത്രകാരൻ അത് പറയരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. തന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി അടൂർ രംഗത്തെത്തിയതോടെ സ്ഥിതികൾ ഇപ്പോൾ കൂടുതൽ വഷളാകുന്ന മട്ടാണ്. തന്റെ പ്രസംഗത്തെ എഴുന്നേറ്റ് നിന്ന് വിമർശിച്ച ഗായിക പുഷ്പവതിക്ക് എതിരെയും അടൂർ രംഗത്തെത്തി. തന്റെ സംസാരം തടസ്സപ്പെടുത്താൻ അവർക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്നും അവർ സിനിമയുമായി ബന്ധം ഇല്ലാത്തയാളാണെന്നും അടൂർ പറഞ്ഞു. സിനിമാ കോൺക്ലേവിൽ പാട്ടുകാരിക്ക് എന്ത് കാര്യം, ആരാണ് അവർ എന്നും ചോദിച്ചുകൊണ്ടായിരുന്നു അടൂരിന്റെ രോഷപ്രകടനം. സ്ക്രിപ്റ്റ് പരിശോധിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും അതുമാത്രം നോക്കിയെടുക്കുന്ന പടം പപ്പടം ആയിരിക്കുമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിച്ചു. താൻ അവർക്ക് വേണ്ടിയാണ് സംസാരിച്ചതെന്നും അവർ ഈ മേഖലയിൽ ഉയർന്നു വരണമെന്ന ആഗ്രഹത്താലാണ് അത്തരത്തിൽ പരാമർശം നടത്തിയതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സിനിമയെടുക്കാൻ സർക്കാർ സഹായം നൽകുന്നതിൽ എതിർപ്പില്ല. പടം എടുത്തവർ മുഴുവൻ പരാതി പറയുകയാണ്. KSFDC പണം എങ്ങനെയൊക്കെയോ ചെലവിടുകയാണ്. പിന്നോക്ക വിഭാഗക്കാർക്കും വനിതകൾക്കും വേണ്ടിയാണ് സംസാരിച്ചത്. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്നും സിനിമാ കോൺക്ലേവിൽ സംസാരിച്ചപ്പോൾ ജാതിയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് തെറ്റെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വീണ്ടും പറഞ്ഞു. ഓടും മുൻപ് നടക്കാൻ പഠിക്കണം. അക്ഷരം പഠിക്കാതെ കവിത എഴുതാൻ കഴിയുമോ എന്നും അടൂർ ഗോപാലകൃഷ്ണൻ ചോദിച്ചു. നല്ല പരിശീലനം നടത്തിയാലേ നല്ല സിനിമകൾ ഉണ്ടാകൂ. മന്ത്രിക്ക് ഇക്കാര്യം അറിയില്ല എന്നും അദ്ദേഹം താൻ പറഞ്ഞതിനെ പ്രതിരോധിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു.